ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നലത്തെ വീഡിയോ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം ഇന്നലത്തെ വീഡിയോസിൻ്റെ പോലെ തന്നെ കുറച്ച് വീഡിയോസ് ഇന്നും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ മൊത്തത്തിൽ കാണാം. ഇതിപ്പോൾ ഞാനൊരു മാഗസിന് വേണ്ടിയിട്ട് ലുലു ഗുഡ് ലൈഫ് മാഗസിന് വേണ്ടിയിട്ട് ഞാൻ ഇഫ്താർ റെസിപ്പീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ ഷൂട്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പിന്നീട് ഷെയർ ചെയ്യാം കേട്ടോ, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പിയൊക്കെ. അപ്പോൾ ഇത് ഞാനൊരു കുറച്ച് ദിവസം മുമ്പ് ഒരു ബ്ലൂബെറി സിറപ്പ് ഉണ്ടാക്കിയിരുന്നല്ലോ. അതായത് നമ്മൾ മുന്തിരി പുഴുങ്ങിയൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഈ ജ്യൂസ് മാത്രം നമ്മൾ അരിപ്പയിലൂടെ അരിച്ചിട്ട് എടുക്കുമല്ലോ, അതേപോലെ തന്നെ ബ്ലൂബെറി കുറച്ചെടുത്തിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കുക, കുറച്ച് വെള്ളത്തിലൊന്ന് പുഴുങ്ങിയെടുക്കുക. എന്നിട്ട് പിന്നെ ഒരു അരിപ്പ് വെച്ചിട്ട് ആ പുഴുങ്ങിയെടുത്തത് നന്നായിട്ടൊന്ന് സ്ക്യൂസ് ചെയ്തിട്ട് ആ നീര് മാത്രം എടുക്കുക. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ ഇത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് വിനാഗിരിയും കൂടി ചേർക്കുന്നുണ്ട്. അത് പാനിലേക്ക് ഒഴിച്ചിട്ട് 1 ടീസ്പൂണ് വിനാഗിരിയും പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഒരു 2 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ പഞ്ചസാര ചേർക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് ജാമാണ്, ഒരു ഫ്രൂട്ട് ജാമാണ്. പുളിയും മധുരവും കൂടിയുള്ളൊരു ജാമാട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ജാമാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് ഫ്ലെയിം ഓൺ ചെയ്യുന്നത് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ജാം അറിയാമല്ലോ, കുറച്ച് ദിവസം നമ്മളൊക്കെ എടുത്ത് വെക്കുന്നതാണ് ജാമൊക്കെ. അപ്പോൾ ഇതിപ്പോൾ നമ്മളിതിലേക്ക് ഒന്നും അഡിക്റ്റീവ്സ് ഒന്നും പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ അങ്ങനെ കുറച്ച് ദിവസമൊന്നും എടുത്ത് വെക്കാൻ പറ്റില്ല. 2-3 ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ ഇത് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. പക്ഷേ ഇതിപ്പോൾ കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അതായത് നമ്മൾ വെള്ളം കുറച്ച് ഒഴിച്ചിട്ടാണല്ലോ ഈ ബ്ലൂബെറി നമ്മൾ തിളപ്പിച്ചെടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ വെള്ളം ഉണ്ടാകും. ആ വെള്ളം ഒന്ന് വറ്റി വന്നിട്ട് ചെറുതായിട്ടൊന്ന് തിക്കാവണം. അപ്പോൾ അതുവരേക്ക് നമ്മൾ കുക്ക് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് കോൺഫ്ലോറും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് അതൊന്ന് തിക്കാക്കി എടുക്കണം. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മളിപ്പം ഈ ഒരു ഇതെടുത്തിട്ടുള്ളത് ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ടാവുള്ളൂ കേട്ടോ. ഈ ഒരു ബ്ലൂബെറി സിറപ്പ് 1/2 കപ്പേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് മാത്രമേ ഇതിലേക്ക് ഈ കോൺഫ്ലവറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാവൂ. അത് ശ്രദ്ധിക്കുക. അപ്പോൾ പാനിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ നമ്മൾ സ്പാറ്റിലോണ്ട് ഇങ്ങനെ സൈഡിലേക്ക് മാറ്റുമ്പം അതിങ്ങനെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ മാറി വരും. അപ്പോൾ ആ ഒരു സ്റ്റേജിലാണ് നമ്മളിതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിപ്പം ഒരു ബ്ലൂബെറി ജാമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് മുന്തിരി, ഈ ജ്യൂസ് മുന്തിരി വെച്ചിട്ട് ഇതേപോലെ തന്നെ ചെയ്യാം. അതുപോലെ സ്ട്രോബെറി വെച്ചിട്ട് ചെയ്യാം, പിന്നെ പൈനാപ്പിൾ വെച്ചിട്ട് ചെയ്യാം. അതെല്ലാം ഇതുപോലെ തന്നെ കേട്ടോ. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പൈനാപ്പിൾ അല്ലെങ്കിൽ ബ്ലൂബെറി, സ്ട്രോബെറി ഇതൊക്കെയാണെങ്കിൽ കുറച്ച് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് എക്സ്ട്രാ കളറിൻ്റെ ആവശ്യമില്ല. ബ്ലൂബെറി നല്ലൊരു കളറാണ്. അപ്പോൾ മറ്റുള്ളതിലേക്ക് കുറച്ച് കളർ വേണ്ടി വരും. പൈനാപ്പിൾ ആണെങ്കിൽ വേവിക്കുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. നല്ലൊരു യെല്ലോയിഷ് കളർ കിട്ടും. അപ്പോൾ കുറേശ്ശെ കോൺഫ്ലോർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്, ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിക്കാക്കി എടുക്കണം. അപ്പോൾ ഞാൻ 1 ടീസ്പൂണ് നിറയെ എടുത്തിട്ടുണ്ടായിരുന്നു. അത്ര തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ കോൺഫ്ലവർ ചേർക്കരുത്. 1 ടീസ്പൂണൊക്കെ മതി ഈ ഒരു 1/2 കപ്പ് ബ്ലൂബെറിയുടെ ആ ഒരു സിറപ്പിലേക്ക്. അതും കുറേശ്ശെ ഒഴിച്ചിട്ട് ആ ഒരു തിക്നെസ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ടൊക്കെ വേണം ചേർക്കാൻ കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മൾ കുറേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ടിയാവും. അപ്പം വിചാരിച്ചൊരു കൺസിസ്റ്റൻസി കിട്ടണമെന്നില്ല. അപ്പോൾ കുറച്ച് ലൂസിൽ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യണം. പക്ഷെ വല്ലാണ്ട് ലൂസാക്കാനും പാടില്ല, കാരണം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് തിക്കാവും. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയൊരു ലൂസിൽ വേണം ഇത് നമ്മൾ നിർത്താൻ. ആ ഒരു പരുവം ഞാൻ കാണിക്കാം. ഒരു ഹൽവേൻ്റെ ടെക്സ്ചറൊന്നുമല്ല കേട്ടോ. അതുപോലെ എന്താ പറയുക, വല്ലാണ്ട് ലൂസാക്കും ചെയ്യരുത്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് കണ്ടോ, ആ ഒരു സ്റ്റേജിൽ നമ്മൾ ആ ഒരു ജാമിൻ്റെ ഒരു പരുവം റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പെട്ടെന്ന് തന്നെ മാറ്റണം കേട്ടോ. അത് അതിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചൂടുകൊണ്ട് പിന്നെയും അത് കുക്കായിട്ട് അത് ഒന്നുകൂടെ ഡ്രൈ ആയി പോവും. അപ്പം ഈ ഒരു പരുവത്തിൽ നമ്മൾക്ക് ഒരു പാത്രത്തിലേക്ക്, ഒരു ബൗളിലേക്ക് മാറ്റാം. കണ്ട, ഈ ഒരു സ്റ്റേജാണ് വേണ്ടത്. പിന്നെ നമ്മൾ ആ ഒരു ബൗളിൽ വെച്ച ശേഷം ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് കട്ടിയാവും. അപ്പം കറക്റ്റായിട്ട് ജാമിൻ്റെ ഒരു പരുവത്തിൽ തന്നെ ആവും.
അപ്പോൾ കളേഴ്സോ അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കിടിലൻ ടേസ്റ്റുള്ളൊരു ജാമാണ്. അപ്പോൾ ബ്ലൂബെറി കിട്ടുമെങ്കിൽ ബ്ലൂബെറി കൊണ്ട് തന്നെ ഉണ്ടാക്കി നോക്കാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്താ പറയുക, ജ്യൂസ് മുന്തിരി, നാട്ടിലുള്ളവരാണെങ്കിൽ ജ്യൂസ് മുന്തിരി വെച്ച് ചെയ്യാം, സ്ട്രോബെറി ചെയ്യാം, പൈനാപ്പിൾ ചെയ്യാം. ഇതെല്ലാം പുളിയുള്ള ഒരു ഫ്രൂട്ട് ആയതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ഇത് പറഞ്ഞത്. വിനാഗിരി മസ്റ്റായിട്ട് ചേർക്കണം കേട്ടോ, എന്നാലേ ഒന്നാമത് പുളി വേണം, രണ്ടാമത് ഒന്ന് കേട് വരാണ്ട് 2-3 ദിവസം നമ്മൾ വെക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ വിനാഗിരി ചേർത്താലേ ആ ഒരു കറക്റ്റ് പരുവം കിട്ടുകയുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞപ്പം ഒന്നുകൂടെ തിക്കായിട്ടുണ്ട്, നമ്മുടെ ജാമിൻ്റെ ആ കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇത് ഞാൻ ബ്രെഡിൽ തേച്ചിട്ട് കാണിച്ചു തരാം. നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ ഞാനിപ്പം ബ്ലൂബെറി കൊണ്ട് ആദ്യമായിട്ടാണ്, ഞാൻ ജ്യൂസ് മുന്തിരി കൊണ്ട് നാട്ടിൽ നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ പൈനാപ്പിൾ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പൈനാപ്പിൾ വേവിക്കുമ്പം ഒന്നെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കുക, അല്ലെങ്കിൽ പൈനാപ്പിളിൻ്റെ കൂടെ കുറച്ചുകൂടെ കളറ് ചേർക്കേണ്ടി വരും, ആ നല്ലൊരു യെല്ലോ കിട്ടാൻ വേണ്ടിയിട്ട്. മഞ്ഞൾപ്പൊടി ആയിരിക്കും കുറച്ചുകൂടെ നമുക്ക് നല്ലത് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ബ്ലൂബെറി സിറപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് കമൻറ്റിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഞാനൊരു 4 മിൽക്ക് ഷേക്ക്സ് ഒരുമിച്ച് ഉണ്ടാക്കിയല്ലോ, അപ്പോൾ അതിൽ ഈ ബ്ലൂബെറി മിൽക്ക് ഷേക്കും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആ ഒരു ബ്ലൂബെറി സിറപ്പ് ഉണ്ടാക്കിയതായിരുന്നു. എനിക്ക് പണ്ട് തൊട്ടേ ബ്രെഡും ജാമും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അധികം മധുരമൊന്നും ഞാൻ കഴിക്കാറില്ല, പക്ഷേ ബ്രെഡും ജാമും ഭയങ്കര ഒരു കോമ്പിനേഷനാണ്, അത് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് പൈനാപ്പിൾ ജാമും സ്ട്രോബെറി ജാമും ഒക്കെയാണ് ഭയങ്കര ഇഷ്ടമുള്ളത്. അപ്പോൾ എനിക്ക് ഈ ഒരു ബ്ലൂബെറി കണ്ടപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു ജാം ഉണ്ടാക്കണം ബാക്കിയുള്ള സിറപ്പ് കൊണ്ടെന്നൊക്കെ. അപ്പോൾ ഇപ്പോഴാണ് സമയം കിട്ടിയത്, അതുകൊണ്ട് ഞാൻ വേഗം ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അന്ന് ഫ്രിഡ്ജിൽ വെച്ചതാട്ടോ, എന്നിട്ട് ഇന്നലെയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഇക്ക ഒഴികെ ബാക്കി എല്ലാവർക്കും, എനിക്കും റീനും റോസിനും ഒക്കെ ബ്രെഡും ജാമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇക്കാക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് ഉണ്ടാക്കാറുമില്ല. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു ജാം റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സിമ്പിളായിട്ടുള്ള അടിപൊളി ടേസ്റ്റിലുള്ള ജാം റെസിപ്പിയാണ്. എന്നിട്ട് എല്ലാവരും ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇക്ക വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ള വിശേഷങ്ങളൊക്കെ ചേർത്തിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് നല്ല നല്ല കമൻറ്റ്സ് വന്നു. അതുപോലെ തന്നെ വീഡിയോ അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് പറഞ്ഞു. കാരണം ഞാൻ തന്നെ വീഡിയോ എടുക്കുമ്പം എന്നെ എടുക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ നമ്മൾ സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് വേറൊരാൾ വീഡിയോ എടുത്ത് വരുമ്പം അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് എടുക്കാമല്ലോ. അപ്പോൾ ഇന്നും ഇക്ക ഇന്നലത്തെ ആ ഒരു കമൻസ് കൊണ്ട് ഇക്കയ്ക്ക് കമൻസൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ഇക്കൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. അപ്പം ഒരു തവണയും കൂടി ഒന്ന് എടുത്ത് തന്നിട്ടുണ്ട്. രാത്രിത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ രാവിലത്തേക്ക് ഞാൻ തന്നെ എടുത്തത്. രാവിലെ എനിക്കാണെങ്കിൽ അത്യാവശ്യം പണികളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ലുലുവിൻ്റെ ഗുഡ് ലൈഫ് മാഗസിന് വേണ്ടിയിട്ട് ഇഫ്താർ റെസിപ്പീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ പ്രിപ്പറേഷൻസും പിന്നെ നമ്മൾക്കായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാനും നമ്മളുടെ വീഡിയോക്കായിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കാനും ഒക്കെ കുറേ ഫുൾ ടൈം ഇതിന് പിന്നാലെ തന്നെ ആയിരുന്നു. അപ്പോൾ എല്ലാം കൂടി ആയപ്പോൾ ഡിന്നർ ഉണ്ടാക്കാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ ഇക്ക വന്ന ശേഷമാണ് ഡിന്നർ ഉണ്ടാക്കുന്നത് കേട്ടോ. സാധാരണ ഞാൻ ഇക്ക വരുന്നതിന് മുമ്പ് തന്നെ മിക്ക ദിവസങ്ങളിലും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അയല മുളകിട്ടതാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പിയൊന്നും അയല മുളകിട്ടതിൻ്റെ പറയുന്നില്ല, കാരണം എപ്പോഴും ഞാൻ ഈ ഒരു സ്റ്റൈൽ തന്നെ ഉണ്ടാക്കാറ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു റെസിപ്പി കുറേ തവണ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ എന്തോന്നും ഇഷ്ടം. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇന്നലത്തെ വീഡിയോയിൽ ഇങ്ങനെ കിച്ചൺ മൊത്തത്തിൽ കാണിച്ചിട്ടും നമ്മളുടെ ലൈഫ് സ്റ്റൈൽ കാണിച്ചിട്ടൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ. അപ്പം അതിപ്പോൾ ഒരാൾ എടുത്തെന്നല്ലാണ്ട് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ പോയി ഇക്കെടുത്ത് തരാനുണ്ടായപ്പോൾ പിന്നെ അതൊന്ന് കാണിച്ചു, അത്രയേ ഉള്ളൂ. ഡിന്നറിന് ചോറാണ് കഴിക്കുന്നത്. അപ്പോൾ ചോറിലേക്കുള്ളൊരു അയലക്കറിയാണ് ഉണ്ടാക്കുന്നത്.
അപ്പോൾ അതിലേക്ക് ഞാനങ്ങനെ വല്ലാണ്ട് കാര്യമായിട്ടൊന്നും ചേർക്കാറില്ല. അങ്ങനെ സിമ്പിളായിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാണ് പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ഞാൻ മുമ്പൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ പിൻ്റെ കമൻറ്റിൽ കൊടുക്കാം കേട്ടോ. അപ്പം മസാലകളും അതുപോലെ തക്കാളി, ഉള്ളി ഇതൊക്കെ ഇട്ടിട്ട് പുളിവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആദ്യം വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെക്കണം. എന്നിട്ട് അതിലേക്കാണ് നമ്മൾ മീനിട്ട് കൊടുക്കുന്നത്. അപ്പോൾ മീൻ ഞാനവിടെ കഴുകിയ ശേഷം വിനാഗിരിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. വിനാഗിരിയിൽ ഇട്ട് വയ്ക്കുമ്പോൾ മീനിൻ്റെ ആ ഒരു മണമൊക്കെ മാറിക്കിട്ടും. പിന്നെ ഉപ്പേരിക്കായിട്ട് ചിരങ്ങ ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ പപ്പടം പൊരിക്കാനും അത്ര തന്നെ ഉള്ളൂ. കൂടുതലായിട്ട് കരിച്ചതും പൊരിച്ചൊന്നും ഉണ്ടാക്കുന്നില്ല. ഇന്ന് മൊത്തം കിച്ചണിൽ തന്നെ ആയിരുന്നു. ഇന്ന് കുറേ ഐറ്റംസൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉണ്ടായിരുന്നു. കുറേ ഐറ്റംസ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാ ഉള്ള ഫുഡും പിന്നെ അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു സംഭവം ഇഫ്താർ റെസിപ്പി ഉണ്ടാക്കാൻ. അപ്പോൾ അതൊക്കെ കൂടി ആയപ്പം മൊത്തം കിച്ചണിൽ തന്നെ ആയപ്പം ആകൊരു ടയർഡ്നെസ് ആയിരുന്നു. പിന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങോട്ട് കറിയും ഇതൊക്കെ ഉണ്ടാക്കി. ചോറ് ഓൾറെഡി ഉണ്ടായിരുന്നു. പിന്നെ ഈ കറിയും ഉപ്പേരിയും മാത്രമല്ലേ ഉണ്ടാക്കാനുള്ളൂ. അപ്പോൾ മക്കളുടെ ഇപ്പം ക്ലാസ്സൊന്നും ഇല്ല. ഇപ്പോൾ വെക്കേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഫുൾ ടൈം എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഇങ്ങനെ ബിസി ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. കൂടുതൽ നേരം റീനുവിൻ്റെ അടുത്ത് കുട്ടീനെ ആയിരിക്കും കേട്ടോ. അല്ലാത്ത സമയത്ത് പിന്നെ അവളിങ്ങനെ എന്തെങ്കിലുമൊക്കെ വരച്ചിരിക്കും, അല്ലെങ്കിൽ ടി വി കാണും. അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ടൈം പാസ്. അപ്പോൾ റീനു എന്താ ചെയ്യുന്നത് അത് പിന്നെ അവളും റോസും അത് പിന്നെ അങ്ങനെയാണ്. റീനു എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യുവാണെങ്കിൽ പിന്നെ റോസിനും അതേപോലെ തന്നെ ചെയ്യണം, അത് പഠിക്കണം. അങ്ങനെയൊക്കെയാണ് ഇവിടെ. അപ്പം നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. ഞാൻ വറവിട്ടൊന്നും കൊടുക്കുന്നില്ല. ഒന്നാമത് കറിവേപ്പിലില്ല, ചെറിയ ഉള്ളി ഇല്ല. അപ്പോൾ പിന്നെ വിചാരിച്ചു പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമെന്ന്. അപ്പോൾ നല്ല ഹെൽത്തിയുമാണ്. വെളിച്ചെണ്ണ കുറച്ച് മാത്രമല്ലേ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ ഉപ്പേരിക്കായിട്ടുള്ള പാത്രം വെച്ചു, പാൻ വെച്ചു. സാധാരണ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുന്ന പോലെ കടുക് പൊട്ടിച്ചിട്ട് പിന്നെ ഉപ്പേരി ഇട്ട് കൊടുക്കുക. മീൻസ് ചിരങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ഇപ്പം ഒരാൾ ഷൂട്ട് ചെയ്യാണ്ടാകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാം. പക്ഷേ ഞാൻ തന്നെയാണ് സാധാരണ ഇതൊക്കെ ഷൂട്ട് ചെയ്യാറ് നമ്മുടെ വ്ളോഗൊക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ക്യാമറ സ്റ്റാൻഡിൽ ഒരു സ്ഥലത്ത് വയ്ക്കും, എന്നിട്ട് ഞാൻ നടക്കും. പിന്നെ ഞാൻ കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ നിന്ന് എടുത്തിട്ട് മാറ്റിയിട്ട് അപ്പുറത്തെ സൈഡിൽ വയ്ക്കും, എന്നിട്ട് പിന്നെ അവിടെ നിന്ന് കട്ട് ചെയ്യും. അങ്ങനെ നമ്മൾ സവോളൊക്കെ വെട്ടുകയാണെങ്കിൽ തന്നെ പല ആംഗിളിലും വെച്ചിട്ട് നമ്മൾ സ്റ്റാൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റണം. അപ്പോൾ ഒരുപാട് ടൈം എടുക്കും ആ കട്ടിങ്ങും ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പം നല്ല രസമായിരിക്കും വീഡിയോ കാണാൻ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ കുറേ ടൈം എടുക്കും. നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ എല്ലാതും ഭയങ്കര സിമ്പിളായിട്ട് കഴിഞ്ഞു കേട്ടോ വീഡിയോ എടുക്കലൊക്കെ. അപ്പോൾ ഫുഡ് ഉണ്ടാക്കലും വീഡിയോ എടുക്കലൊക്കെ ഒരുമിച്ച് കഴിയുന്നതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിപ്പോയി ഞാൻ. നമ്മുടെ വ്യൂവേഴ്സിൻ്റെ കുറച്ച് കമൻസ് കൊണ്ട് മാത്രമാണ് ഇന്നും കൂടി എനിക്ക് വീഡിയോ എടുത്ത് തരാൻ സമ്മതിച്ചത് കേട്ടോ. ഇനി കുറച്ചൊക്കെ ഉണ്ടാവുമായിരിക്കും ഇക്കാൻ്റെ വീഡിയോസ് എടുത്ത് തരൽ. കാരണം ഇക്ക അങ്ങനെ വീഡിയോ എൻ്റെത് കാണാറില്ല. അപ്പം ഇന്നലത്തെ വീഡിയോ ഞാനൊന്ന് കാണാൻ പറഞ്ഞപ്പോൾ ഇക്കാക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഞാൻ ഹോള് ക്ലീനിങ്ങിൻ്റെ ഡേ ആയിരുന്നു. അപ്പം നമ്മൾ നോമ്പൊക്കെ അടുപ്പിച്ചിട്ടുള്ള ക്ലീനിങ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ ഹോള് ക്ലീൻ ചെയ്തിരുന്നു. അപ്പോൾ ക്ലീൻ ചെയ്തപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കുമായിരുന്നു ആ ഡൈനിങ് ടേബിൾ ഒന്ന് മാറ്റാം അവിടെ നിന്ന്. കാരണം അവിടെയുള്ള സോഫ മാറ്റിയിട്ട് ഞാൻ കോറിഡോറിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഡൈനിങ് ടേബിൾ ആ ഒരു സൈഡിലോട്ട് മാറ്റുവാണെങ്കിൽ കുറേ സ്പേസ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വെക്കാൻ കാരണം നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് ലൈറ്റിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ലൈറ്റിന് വേറൊരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വെച്ചിട്ട് നമുക്ക് അവിടെ വേറെ സ്റ്റാൻഡ് വെക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഡൈനിങ് ടേബിൾ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, സൈഡിലോട്ട് മാറ്റുന്നുണ്ട്.
കുറേ ആയിട്ട് ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ മാറ്റാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ ഇന്ന് ആ ഒരു ഇഫ്താർ റെസിപ്പി ഉണ്ടാക്കുന്ന സമയത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പം ഇക്കല്ലായിരുന്നല്ലോ. അപ്പോൾ സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് ചെയ്തപ്പം ഭയങ്കരമായിട്ട് ലൈറ്റിൻ്റെ ഒരു കുറവും അതുപോലെ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്സൊക്കെ തോന്നി. അപ്പം ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് എളുപ്പമാവും, സംസാരിക്കാനും അതുപോലെ വീഡിയോ എടുക്കാനൊക്കെ എനിക്ക് കുറച്ചുകൂടെ എളുപ്പമാവും ഇങ്ങനെ ഈ ടേബിൾ വയ്ക്കുകയാണെങ്കിൽ. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ വെച്ചു. അപ്പോൾ നമ്മളവിടെ പണി ചെയ്യുന്ന സമയത്ത് ഇവിടെ റൂയിമോൾ അവിടെ വേറെ പണി ചെയ്യുന്നുണ്ട്. അവളെ വോക്കറിലിരുത്താനും പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. വോക്കറിലിരുത്തിയാൽ അവൾക്ക് ഭയങ്കര ഫ്രീഡമായി. എല്ലതും വലിച്ചു വാരിയിടലാണ്. താഴെ അവൾക്ക് കിട്ടുന്ന രീതിയിൽ ഒന്നും വയ്ക്കാൻ പറ്റില്ല. എല്ലതും പുറത്തേക്ക് വലിച്ചു വാരിയിട്ട് ടി വിയുടെ വയറൊക്കെ പിടിച്ച് വലിക്കലാണ്. പേടിയാണ് അവളെ വോക്കറിലിരുത്താൻ. റോസിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോൺഫ്ലേക്സ് പാലിൽ കഴിക്കുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കോൺഫ്ലേക്സിൻ്റെ വലിയൊരു ബോക്സ് തന്നെ അവിടെ ഇങ്ങനെ ടേബിളുമ്പോൾ വെച്ചാൽ അവർക്ക് സമാധാനം. അവൾ കിച്ചണിലൊന്നും കൊണ്ടുവയ്ക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് അവിടുന്ന് മാറ്റുവാണ്. ടേബിളിൽ മൊത്തം സാധനങ്ങളൊക്കെ ആയിരുന്നു, അതൊക്കെ അവിടുന്ന് മാറ്റുവാണ്. അത്യാവശ്യമുള്ളത് മാത്രമേ വയ്ക്കുന്നുള്ളൂ. എനിക്ക് ടേബിളിൽ ഒന്നും വയ്ക്കുന്ന ഇഷ്ടമല്ല. പിന്നെ ഇക്കാക്ക് പിന്നെ ഈ നട്ട്സ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്ന സ്വഭാവമുള്ളതുകൊണ്ട് അതിനിപ്പോൾ കിച്ചണിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് എടുത്തിട്ട് പിന്നെ അവിടെ എവിടെയെങ്കിലുമൊക്കെ വെക്കും. അപ്പോൾ അതിനേക്കാൾ നല്ല ഇവിടെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ നേരത്ത് ടേബിളിൽ കുറേ സാധനങ്ങൾ കാണുമ്പോൾ പിന്നെ വീഡിയോ എടുക്കാനുള്ള മൂഡ് തന്നെ പോവും. അപ്പം ഒന്നും ഇങ്ങനെ ഇല്ലാണ്ടിരിക്കുമ്പോൾ വേഗം വന്നിട്ട് നമുക്ക് സാധനം എടുക്കാമല്ലോ. ഞാൻ ഈ ടേബിളിൽ വെച്ചിട്ടാണ് ഫസ്റ്റത്തെ റെസിപ്പിയൊക്കെ ഷൂട്ട് ചെയ്യലൊക്കെ. പിന്നെ ബാക്കി കിച്ചണിൽ വന്നിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഷെൽഫിൽ നിന്ന്. അത്യാവശ്യം എനിക്ക് വീഡിയോ എടുക്കാനുള്ള പാത്രങ്ങളാട്ടോ ഈ ഷെൽഫിലുള്ളത്. വീഡിയോക്ക് ആവശ്യമില്ല, ഡെയിലി യൂസിങ്ങിനുള്ളതൊക്കെ ഞാൻ കിച്ചണിൽ തന്നെ വെച്ചിട്ടുണ്ട്. വല്ലപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ആവശ്യമുള്ളതാണ് ഈ ഒരു ഷെൽഫിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ടേബിളൊക്കെ ക്ലീൻ ആക്കിയ ശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടോ. ഫുഡ് കഴിക്കുന്നൊന്നും എടുത്തിട്ടില്ല, കാരണം അത്യാവശ്യം ടയർഡായിരുന്നു. പിന്നെ ഇനിയിപ്പം എന്താ പറയുക, ഇക്കാക്ക് വലിയ മൂഡില്ലായിരുന്നു ഫുഡ് കഴിക്കുന്ന സമയത്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലേറ്റായല്ലോ നമ്മൾ ഡിന്നർ കഴിക്കാൻ. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാനൊന്നും എടുത്തിട്ടില്ല. പിന്നെ റീനു റോസിനും ഇൻസ്റ്റഗ്രാമിൽ പേജുണ്ട്. അപ്പം അതിൽ റീനു ഇടയ്ക്ക് ഇങ്ങനെ റീൽസൊക്കെ ഇടാറുണ്ട്. അപ്പം കുറേ പേരെന്നോട് ചോദിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ എടുത്തു കൊടുക്കുന്നതാണോ എന്ന്. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ അതൊന്നും കാണാനും പോലുള്ള നേരം ഉണ്ടാവാറില്ല. അപ്പോൾ അതൊക്കെ എടുത്തു കൊടുക്കുന്ന ആളിതാ ഇക്കയാണ്. ഇക്കയും റീനും കൂടിയാണ് അതൊക്കെ ഒപ്പിക്കുന്നത് കേട്ടോ. അവർക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ എടുക്കുന്നതും ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതിൻ്റെ പിന്നാലെ ഒന്നും പോവാറില്ല. ഇത് റീനിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടിട്ട് നടക്കുന്നൊന്നുമില്ല. എന്തൊരു ആത്മാർത്ഥത! ഇക്കാകെ കാര്യമായിട്ട് ഈ ഒരു പണി അത് റീനുവിന് വേണ്ടി ചെയ്തു കൊടുക്കും. ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഐഷസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൊണ്ടൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വ്ളോഗുമായിട്ടോ വീഡിയോയുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.